ശബരിമല റോപ്വേക്ക് വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി അനുവദിച്ച് സർക്കാർ ഉത്തരവ്. 2.7 കിലോമീറ്ററാണ് നിർദ്ദിഷ്ട റോപ്വേയുടെ നീളം. 4.5 ഹെക്ടർ വനഭൂമിക്ക് പകരം കൊല്ലം കുളത്തൂപ്പുഴയിൽ അത്ര തന്നെ ഭൂമി അനുവദിച്ചിരിക്കുന്നു. റോപ്വേ വരുന്നതോടെ ഹിൽ ടോപ്പ് മുതൽ സന്നിധാനം വരെ എത്താൻ വെറും 10 മിനിറ്റ് മതിയാകുമെന്നതാണ് പ്രത്യേകത. ഏകദേശം 250 കോടിയെങ്കിലും ഈ പദ്ധതിക്ക് ചെലവാകുമെന്നും കരുതുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുണ്ട്. പ്രശാന്ത്, എങ്ങനെയാണ് പദ്ധതിയുടെ വിവരങ്ങൾ? എങ്ങനെയാണ് സർക്കാർ സ്ഥലം അനുവദിക്കുന്നത്? പറയൂ. ദിവിഷ്, ഏറെക്കാലമായി കേൾക്കുന്ന ശബരിമല റോപ്വേ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയാണ്. അതായത് റോപ്വേ പദ്ധതി നടപ്പാക്കുന്നതിനായി വനഭൂമി വിട്ടു നൽകേണ്ടി വരുന്ന വനഭൂമിക്ക് പകരമായി റവന്യൂ ഭൂമി അനുവദിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. 4.5336 ഹെക്ടർ വനഭൂമിയാണ് പദ്ധതി നടപ്പാക്കാൻ വേണ്ടത്. ഇതിൽ അത്ര തന്നെ ഭൂമി കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ വില്ലേജിലാണ് കുളത്തൂപ്പുഴ വില്ലേജിലെ കട്ടളപ്പാറ സെറ്റിൽമെന്റിൽ വിട്ടു നൽകാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചു. അതായത് കേന്ദ്ര വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന വകുപ്പിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഒരു വനഭൂമി വിട്ടു നൽകുന്നെങ്കിൽ അതിന് പകരമായി പരിഹാര വനവൽക്കരണത്തിനായി തുല്യമായ ഭൂമി വനം വകുപ്പിന്റെ പേരിൽ പോക്കുവരവ് ചെയ്ത് നൽകണം. ഇതിനു വേണ്ടിയാണ് ഈ ഭൂമി കണ്ടെത്തി സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിന്റെ തുടർ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ കൊല്ലം ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇനി ഈ റോപ്വേ പദ്ധതിയുടെ രൂപരേഖ എങ്ങനെയെന്ന് ഞാൻ പറയാം. 2015 18 സ്റ്റെപ്പ് ദാമോദർ എന്ന കൊച്ചിയിലെ എറണാകുളത്തെ ഒരു സ്ഥാപനത്തിന് ഈ ഗ്ലോബൽ ആഗോള ടെൻഡറിലൂടെ റോപ്വേ പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കരാർ നൽകിയിരിക്കുന്നത്. ഈ കമ്പനി അതായത് അവർ തയ്യാറാക്കിയിരിക്കുന്ന രൂപരേഖ പ്രകാരം, പുതിയ രൂപരേഖ പ്രകാരം പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് ശബരിമല സന്നിധാനത്തെ പോലീസ് ബാരക്കിന്റെ പിൻഭാഗത്ത് റോപ്വേ അവസാനിക്കുന്ന രീതിയിൽ 2.7 കിലോമീറ്റർ നീളമാണ് റോപ്വേ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റോപ്വേ കേബിൾ കാർ സർവീസാണ്. ഒരേ സമാന്തരമായി തന്നെയാണ്, പാരലായി വളരെ അടുത്ത് തന്നെയാണ്. നിലവിലുള്ള ശരണപാതയ്ക്ക് സമീപത്തൂടെയാണ് ഈ റോപ്വേ നിശ്ചയിച്ചിരിക്കുന്നത്. അതും 5 ടവറുകൾ, നേരത്തെ 7 ടവറുകളാണെങ്കിൽ അത് രൂപരേഖ പുതുക്കിയതനുസരിച്ച് 5 ടവറുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ 5 ടവർ എന്ന് പറയുമ്പോൾ പമ്പ ഹിൽ ടോപ്പിൽ നിന്ന് തുടങ്ങിയാൽ സന്നിധാനത്ത് അവസാനിക്കുന്ന രീതിയിൽ ഇടയ്ക്കൊന്നും ഒരു ബ്രേക്ക് ഉണ്ടാകില്ല. 100 മരങ്ങളാണ് വനഭൂമിയിൽ നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. അതായത് 80 എണ്ണം പൂർണ്ണമായും 17 എണ്ണം ഭാഗികമായും മുറിക്കേണ്ടി വരും. ഈ രീതിയിലാണ് റോപ്വേ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനം 250 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി ആദ്യഘട്ടത്തിൽ ട്രാൻസ്പോർട്ടേഷൻ, ചരക്ക് ഗതാഗതത്തിന് മാത്രമാണ് വിഭാവനം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പുതുക്കിയത് പ്രകാരം ആംബുലൻസ് സർവീസിന് കൂടി ഈ റോപ്വേ ഉപയോഗിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും അടിയന്തരമായി നിലവിലെ ദേവസ്വം ബോർഡ് വന്നതിന് ശേഷം ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഫലമായാണ് ഇപ്പോൾ റോപ്വേ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ഇതിന്റെ തറക്കല്ലിടൽ നടപടികൾ ഈ തീർത്ഥാടന കാലത്ത് തന്നെ നടപ്പാക്കാനുള്ള നീക്കങ്ങളുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഏതായാലും അടിയന്തരമായും ഇനിയിപ്പോൾ വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി അനുവദിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി വനം വകുപ്പിൽ അപേക്ഷ നൽകുകയാണ് റോപ്വേ നടപ്പാക്കുന്ന കമ്പനി ചെയ്യേണ്ടി വരിക.